Hey guys, welcome to the sessions of the CE Intermediate paper number 1 Advanced Accounting. നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് AS15 എംപ്ലോയി ബെനിഫിറ്റ്സ്. നമ്മൾ ഓൾറെഡി ഷോർട്ട് ടൈം എംപ്ലോയി ബെനിഫിറ്റ്സിൻ്റെ കാര്യങ്ങൾ പഠിച്ചു, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് പഠിച്ചു, ദെൻ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു. ദെൻ ഇനി നിൽക്കുന്നത് നമ്മളുടെ ലോങ് ടൈം എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്. നമുക്കറിയാം ഷോർട്ട് ടൈം എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിൽമെൻറ്റ് വിത്തിൻ 12 months ഓഫ് ദ സർവീസ് റെൻഡഡ് അങ്ങനെയുള്ള കാര്യമാണെങ്കിൽ അത് ഷോർട്ട് ടൈം ആയിരിക്കും. ഇനി ലോങ് ടൈമിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ആഫ്റ്റർ 12 month ആണെങ്കിൽ ഡ്യൂറിങ് ദ എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ അത് ലോങ് ടൈം എംപ്ലോയി ബെനിഫിറ്റ് ആയിട്ട് മാറും. ഇനി ആഫ്റ്റർ 12 month ആണ് അത് പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് ആവുന്നത് എംപ്ലോയ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അയാൾ റിട്ടയർ ചെയ്തിട്ടാണെങ്കിൽ അത് പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് ആ ഒരു കാറ്റഗറിക്കകത്തായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ലോങ് ടൈം എംപ്ലോയി ബെനിഫിറ്റിനെ പറയുകയാണെങ്കിൽ ജൂബിലി അവാർഡ്, ലോങ് ടൈം ഡിസബിലിറ്റി ആൻഡ് സബാറ്റിക്കൽ, അക്യുമുലേറ്റിംഗ് ലീവുകൾ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരും. ദെൻ നമ്മളുടെ എംപ്ലോയ്മെൻറ്റിനകത്ത് വെച്ച് തന്നെ ആയിരിക്കും ഷോർട്ട് ടൈം ആയിരിക്കത്തില്ല, ആക്ച്വറൽ വാല്യുവേഷൻ വേണ്ടി വരും. ബിക്കോസ് ഇതെന്താണ് മോർ ദാൻ 12 months ആയിരിക്കും വരുന്നത്. സോ അവിടെ ഡിസ്കൗണ്ടിങ്, പ്രസൻറ്റ് വാല്യൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടുത്തത് പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് ആണെങ്കിൽ എന്താണ്, നമ്മൾ റിട്ടയർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ദ എംപ്ലോയ്മെൻറ്റ് എൻഡ്സ് ആണെങ്കിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അറൈസ് ചെയ്യുന്നത്. അടുത്തത് ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ ആൻഡ് ഡിഫൈൻഡ് ബെനിഫിറ്റ് രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് വരികയാണെങ്കിൽ ഒന്നാമത്തത് ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പ്ലാൻ. എന്താണ് അതെന്ന് പറയുന്നത്, ജസ്റ്റ് എംപ്ലോയർക്ക് ഒരേ ഒരു ലയബിലിറ്റി ഉള്ളൂ, ജസ്റ്റ് കോൺട്രിബ്യൂഷൻ. ഈ ഒരു കോൺട്രിബ്യൂഷൻ നടന്നു കഴിയുമ്പോഴത്തേന് എംപ്ലോയറിനെ സമയത്ത് എടുത്തോളം ആ ഒരു ലയബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, മാറിപ്പോവാണ്. അയാൾക്ക് എന്തേ ഉള്ളൂ, കോൺട്രിബ്യൂഷൻ ചെയ്താൽ മതി. ആ കോൺട്രിബ്യൂഷൻ ചെയ്തു, ആ ഫണ്ട് ഇനി എന്തായി ഏതായെന്നൊന്നും അയാൾ തിരക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് അതിനെ സമയത്തോളം ഒരു റിസ്കുകളും ഇല്ല. ആരായിരിക്കും അത് ബിയർ ചെയ്യുന്നത്, ആ റിസ്ക് മുഴുവൻ എംപ്ലോയി ആയിരിക്കും ബിയർ ചെയ്യുന്നത്. ഇനി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, ESI നിങ്ങൾക്ക് അറിയത്തില്ലേ? ഓക്കെ ആണോ? ESI എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് പ്ലാൻ. ആ പ്ലാനിനെ സംബന്ധിച്ചോളം എന്താണ്, എംപ്ലോയിക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ആര് കോൺട്രിബ്യൂഷൻ ചെയ്യും, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ചെയ്യും. ഓക്കെ ആണോ? ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സെയിം ആസ് നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ. ESI ഇപ്പം പറയുകയാണെങ്കിൽ നോർമലി ചെയ്യുകയാണെങ്കിൽ എന്താ, സാലറി എന്ന് പറയും. സാലറി ഇപ്പം 1000 പേ ചെയ്തു ടു ബാങ്ക്, 1000. ഈ സാലറിയെ വെട്ടിമാറ്റി ESI എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ എക്സ്പെൻസ് കൂടി, നമ്മുടെ അസറ്റ് കുറഞ്ഞു, ഈ എഫക്റ്റ് തന്നെയല്ലേ വരുന്നത്. ഓക്കെ ആണോ? യെസ്, ദ സെയിം തിങ് അത് തന്നെ ആയിരിക്കും നമ്മുടെ ഈ ഒരു കോൺട്രിബ്യൂഷൻ പ്ലാനിനകത്ത് വരുന്നത്. ദെൻ ദ റെക്കഗ്നീഷൻ ആൻഡ് മെഷർമെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യും വെൻ നമ്മളുടെ എമൗണ്ട് പേ ചെയ്യേണ്ട കുറഞ്ഞു പോയി, ബട്ട് എമൗണ്ട് അക്രൂ ചെയ്തത് എത്രയായിരുന്നു, കൂടുതലായിരുന്നു. ദാറ്റ് മീൻസ് നമ്മൾ 1000 ആയിരുന്നു പേ ചെയ്യേണ്ടത്, P&L പോകേണ്ട എത്ര, 1000 ആണ്. എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നമ്മളുടെ P&Lനകത്ത് ഈ വർഷത്തെ എല്ലാം വരണം. അത് പേ ചെയ്തില്ലയോ എന്ന് അറിയത്തില്ല, ബട്ട് ഈ വർഷത്ത് മാത്രമേ നമ്മൾ വരത്തുള്ളൂ. അഡ്വാൻസ് പേ ചെയ്തോ, നിങ്ങൾ ഷോർട്ടാണോ പേ ചെയ്തത്, വട്ട് എവർ, റിസൾട്ട് എന്തായിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തരണം. ഓഡിറ്റർ എന്തിനാണ് വരുന്നത്, എക്സ്പ്രസ് ഒപ്പീനിയൻ. എന്തിനാ? ട്രൂ ആൻഡ് ഫെയർ വ്യൂ തരുന്നുണ്ടോ ഇല്ലയോ, തരേണ്ട ആരുടെ ഉത്തരവാദിത്വം, ചെയ്യുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ്, മാനേജ്മെൻറ്റ്. ഓക്കെ ആണോ? സെയിം കൈൻഡ്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ആ ഒരു നടന്ന കാര്യം, ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നടന്ന കാര്യം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നമ്മുടെ P&Lനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? യെസ് ആണോ? പക്ക. യെസ്. ഈ ഒരു സിറ്റുവേഷനകത്ത് എങ്ങനെ വരും, നമ്മുടെ ESI ആയിരുന്നു, ESI 1000 ആണ്. 1000-നകത്ത് ബാങ്ക് വഴി എത്രയേ പോയിട്ടുള്ളൂ, നമ്മളുടെ 800 പോയിട്ടുള്ളൂ. ബാക്കി ESI പേയബിൾ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി വന്നു 200 രൂപ. ഓക്കെ ആണോ? ഈ ഒരു സിറ്റുവേഷനകത്ത് എന്തൊക്കെ കാര്യം വന്നു, ESI എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ഉണ്ട്, എക്സ്പെൻസ് കൂടി. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഉണ്ടായിരുന്നു, അസറ്റ് കുറഞ്ഞു. പേയബിൾ വന്നു, പേയബിൾ മീൻസ് ലയബിലിറ്റി കൂടി. ഓക്കെ ആണോ? അടുത്തത് അസറ്റ് എപ്പോഴായിരിക്കും റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, നമ്മളുടെ എമൗണ്ട് പേ ചെയ്യേണ്ടത് 1000 ഉള്ളായിരുന്നു. ഈ വർഷത്തെ റിലേറ്റ് ചെയ്യുന്നത് 1000 ഉള്ളൂ, ബട്ട് എമൗണ്ട് പേ ചെയ്ത് എത്ര, 1200 ആണ് നമ്മൾ പേ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിച്ചു, ESI ഞാൻ ഓൾറെഡി പറഞ്ഞു, P&L എന്ത് വരത്തുള്ളൂ, ഈ വർഷത്തതേ വരത്തുള്ളൂ. ESI 1000, പ്രീപെയ്ഡ് 200, ബാങ്ക് വഴി എത്ര പോയി, 1200. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിനകത്ത് എന്ത് വന്നു, ESI എന്ന് പറയുന്ന നമ്മുടെ എക്സ്പെൻസ് വന്നു, എക്സ്പെൻസ് കൂടി. നമ്മളുടെ പ്രീപെയ്ഡ് എന്ന് പറയുന്ന
അസറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അസറ്റ് കൂടി നമ്മളുടെ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി എക്സ്പെൻസിൻ്റെ കാര്യം, നമുക്കിപ്പോൾ 1000 ആയിരുന്നു കൊടുക്കേണ്ടത്. ഇത് എന്ത് ചെയ്തു? അസറ്റുമായിട്ട് ആഡ് ചെയ്തു. എന്തിനാ? AS പറയുക ആ ഒരു അസറ്റിൻ്റെ വാല്യുവേഷൻ കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ആ ഒരു എക്സ്പെൻസ് ഇൻക്വയർ ചെയ്തത് നിങ്ങൾ P&L കൊണ്ടുപോയി തട്ടല്, ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റിനകത്ത് ആഡ് ചെയ്തിട്ട് അമോർട്ടൈസ് ഈക്വലി, അല്ലെങ്കിൽ റൈറ്റ് ഓഫ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒരു എസ്റ്റിമേഷൻ എടുത്ത് അങ്ങനെ ആയിരിക്കണം വേണ്ടത്. എന്ന് വെച്ചാൽ അവിടെ വളഞ്ഞ വഴി വർഷങ്ങൾ കഴിഞ്ഞ് എന്ത് ചെയ്യണം? P&L തന്നെ വരണം. ഡയറക്റ്റ് ആ ഇവന്റ് കടന്ന് ഉടനെ ചാടിക്കയറി ചെയ്യല്. ഓക്കെ ആണോ? ദാറ്റ് മീൻസ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ആ ഒരു അസറ്റ് തരുന്നുണ്ട്. ആ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് തരാനായിട്ട് ഈ എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ വർഷത്തെ അല്ലടും. ഈ വർഷം ഇൻകർ ചെയ്തത് തന്നെ അത് വെച്ചിട്ട് മാത്രമല്ല, 5 വർഷത്തെ 5 ഇയേഴ്സിലെ ലൈഫാണ് അതിനുള്ളത്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു എക്സ്പെൻസ് ഇൻകർ ചെയ്തതാണെങ്കിൽ ഇപ്പോൾ 1000 ആണ് ഇൻകർ ചെയ്യുന്നത്, ഡിവൈഡ് ബൈ 5 മാത്രമേ എന്ത് വരത്തുള്ളൂ? P&L വരത്തുള്ളൂ, ഡിപ്രീസിയേഷൻ ലൈക്ക്. അതാണ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അടുത്തത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ റിലേറ്റ് എക്സാമ്പിൾ വഴി പോവാം. ABC ലിമിറ്റഡ് ഉണ്ട്, സ്വാഭാവികമായും നല്ലൊരു ലിമിറ്റ്. അവിടെ 6% ആയിട്ടുള്ള ഗ്രോസ് സാലറി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പ്ലാനിനകത്തോട്ട് കൊടുക്കുന്നുണ്ട്. എൻറ്റിറ്റി പേ ചെയ്യുന്നത് 10,000 പെർ മന്ത് സാലറി ആയിരിക്കും കൊടുക്കുന്നത്. നല്ല കാര്യം. ഇനി എംപ്ലോയിയുടെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് ഇറ്റ്സ് കംസ് ടു 30 lakh ആയിരിക്കും വരുന്നത്. അപ്പം എന്താ പറഞ്ഞേക്കുന്നത്? 6% ഓഫ് ഗ്രോസ് സാലറിയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദാറ്റ് കംസ് ടു 1,80,000. ഇനി എൻറ്റിറ്റി നോർമലി എത്ര പേ ചെയ്യുന്നത് സാലറി ആയിട്ട്? 10,000. അപ്പം എത്ര വരുന്നുണ്ട്? പേ ചെയ്ത് എത്ര വരുന്നുണ്ട്? അത് 1,20,000 ആയിരിക്കും വരുന്നത്. ഓക്കെ ആണോ? ഇവിടെ എത്ര രൂപയായിരുന്നു? 6% ആയിരുന്നു കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഡിഫൈൻ കോൺട്രിബ്യൂഷൻ പ്ലാനിനകത്തോട്ട്. ദാറ്റ് കംസ് ടു 1,80,000. ബട്ട് എൻറ്റിറ്റി എത്ര പേ ചെയ്തോളൂ? 10,000 ചെയ്തോളൂ. ഷോർട്ട് ഫാൾ എത്ര വന്നു? 60,000. അപ്പോൾ ഇവിടെ എന്ത് വന്നു? ഇത്രയത്തിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് വന്നു. ഓക്കെ, ലയബിലിറ്റി കൂടി. ഇതെന്ത് ചെയ്തു? അസറ്റ് കുറഞ്ഞു. P&L എത്ര പോകുന്നത്? അക്രൂ ആയിട്ടുള്ളത്. എക്സ്പെൻസ് കൂടി. ഓക്കെ ആണോ? പക്ക അല്ലേ? എൻട്രി ഈ രീതിയിലായിരിക്കും വരുന്നത്. യെസ്. ദെൻ ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ കോൺട്രിബ്യൂഷൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ വരുന്നത്. അതിനെക്കാട്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും അടുത്തത് വരുന്നത്, ഡിഫൈൻ ബെനിഫിറ്റ് ഒബ്ലിഗേഷൻ. സാർ, ഒബ്ലിഗേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എംപ്ലോയറിൻ്റെ കയ്യിലാണ് റിസ്ക് കാര്യങ്ങളെല്ലാം ഉള്ളത്. എംപ്ലോയറിന് ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്, ഒരു ദൗത്യമുണ്ട്. ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോഴത്തേന് എംപ്ലോയിക്ക് സെർട്ടൻ എമൗണ്ട് എന്ത് ചെയ്യണം? കൊടുക്കണം. ഇതാണ് എംപ്ലോയറിനെ സംബന്ധിച്ചോളം എംപ്ലോയി റിലേറ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിലുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇവിടെ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. ഫ്യൂച്ചറിൽ എംപ്ലോയർ എന്ത് ചെയ്യണം? എംപ്ലോയിക്ക് കുറച്ച് എമൗണ്ട് കൊടുക്കണം. ഈ കൊടുക്കേണ്ട എമൗണ്ട് ഇപ്പം 10 വർഷം കഴിഞ്ഞിട്ടാണെന്ന് വെച്ചോ, ഒരു എമൗണ്ട് എടുത്ത് കൊടുത്തു. സപ്പോസ് ഇപ്പോൾ 30 lakh ആണെന്ന് വെച്ചോ. ഈ 30 lakh ഏത് ഇയർ റിലേറ്റ് ചെയ്തതാണ്? ഈ 10 വർഷമാണോ അതോ 1, 2, 3, 4 ഇങ്ങനെ പോകുന്ന ഈ 10th ഇയർ ആണോ ഈ ഇയേഴ്സ് ആണോ? ഇൻഡിവിജ്വലി ഈ പോകുന്ന 1, 2, 3, 4 തുടങ്ങി ഈ ഇയറുകളെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണോ അതോ 10th ഇയറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണോ? നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഒരിക്കലും 10th ഇയറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല. അയാൾ ഈ 1 തൊട്ട് 10 വരെയുള്ള വർഷം വർക്ക് ചെയ്തതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ തരണം. ഈ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഒബ്ലിഗേഷൻ അത് എറൈസ് ചെയ്യുന്നത് ഓരോ വർഷവുമാണ്. ഈ വർഷം റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ വർഷത്തെ P&L റിസൾട്ട് വരുമ്പം എന്തും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം വരേണ്ടത്? ഈ ഒബ്ലിഗേഷനെയും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും വരേണ്ടത്. ഓക്കെ. പേയബിൾ വരുന്നു, എക്സ്പെൻസ് വരുന്നു, പേയബിൾ വരുന്നു. എക്സ്പെൻസ് ജനറലി സംഭവിക്കുന്നത് പറയുന്നത് ഇയർ 1 സംഭവം പറയുന്നത് എക്സ്പെൻസ് കൂടുന്നു, ലയബിലിറ്റി കൂടുന്നു. നെക്സ്റ്റ് ഇയർ വരുന്നു, എക്സ്പെൻസ് കൂടുന്നു, ലയബിലിറ്റി കൂടുന്നു.
ഇനി തേർഡ് ഇയർ വരുന്നു, എക്സ്പെൻസ് കൂടുന്നു, ലയബിലിറ്റി കൂടുന്നു. ഓക്കെ ആണോ? ഇതിങ്ങനെ പോയി 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 അറ്റ് 10th ഇയർ ആവും. 10th ഇയർ ആകുമ്പോൾ എന്ത് വരും? 10th ഇയർ ആകുമ്പം ഈ ലയബിലിറ്റി എന്ത് ചെയ്യും? കുറയും. അക്കൗണ്ട് ഡെറ്റർ ടു എന്ത് വരും? അസറ്റ്, അന്നത്തെ ബാങ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ആയിരിക്കാം. അസറ്റ് കുറയും, ലയബിലിറ്റി കുറയും. ഇതായിരിക്കും 10th ഇയറിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഈസി അല്ലേ? പക്ക. യെസ്. എടാ ഇവിടെ സംഭവിക്കുന്ന സിമ്പിൾ. ഈ വർഷം റിലേറ്റ് ചെയ്താണെങ്കിൽ ഈ വർഷം തന്നെ ഫുൾ കാര്യം വരണം. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 2 ലക്ഷം രൂപ മാത്രം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ ഒരു റേഞ്ചിലാണ് 3 ലക്ഷം 30,000 തുടങ്ങിയ റേഞ്ചിലൊക്കെ പൊക്കോണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ P&L അറ്റ് 10th ഇയറിൽ വന്നിട്ട് നമ്മൾ 30 ലക്ഷം എടുത്ത് എംപ്ലോയി ബെനിഫിറ്റ് ഇട്ടു. പ്രോഫിറ്റ് വരുന്ന ചേഞ്ച് നിങ്ങൾ നോക്കണം. ഓക്കെ ആണോ? 28 ലക്ഷം ലോസ്. ഈ ഒരു രീതിയിൽ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2 ലക്ഷം പ്രോഫിറ്റ് ആണെങ്കിൽ സഡൻ കാണുമ്പോഴേ അറിയാം എന്തോ പ്രശ്നം. അതൊരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ അല്ല. എൻറ്റിറ്റിയുടെ റിസൾട്ട് പ്രോപ്പറല്ല, പൊസിഷൻ കറക്റ്റ് അല്ല. ഓക്കെ ആണോ? ഇത് രണ്ട് കറക്റ്റാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പോകേണ്ടത്. യെസ്. ദെൻ ഇവിടെ വരുന്ന മറ്റൊരു കാര്യം ഡിസ്കൗണ്ടിങ്ങിൻ്റെ പ്രശ്നമാണ് വരുന്നത്. ഡിസ്കൗണ്ടിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയനാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് സിംപ്ലിഫൈ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ FM പഠിക്കുന്നതിനെക്കാട്ടിലും എല്ലാം നമ്മൾ എടുത്തിട്ടില്ല. നമുക്ക് നമ്മുടെ പ്രോബ്ലം ചെയ്യാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യമായിരിക്കും നമ്മൾ എടുത്തേക്കുന്നത്. നിങ്ങൾ FM പഠിക്കുമ്പോൾ ഇക്കാര്യം കൂടെ പഠിക്കുക. ജസ്റ്റ് ഒരു ബേസിക് ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക എന്നതായിരിക്കും ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം നമുക്ക് FM അത്രയും എടുത്ത് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ ആണോ? യെസ്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ, എടാ എൻ്റെ കയ്യിലൊരു 100 രൂപയുണ്ട്, ഇന്നിരിക്കുകയാണ്, ഇയറിൻ്റെ ബിഗിനിങ്ങിലാണ്, 1st Jan 2026 എൻ്റെ 100 രൂപയുണ്ട്, 31st December 2026. ഓക്കെ ആണോ? ഞാനിത് ബാങ്കിൽ കൊണ്ടിട്ടിട്ട് ഞാൻ 31st December വന്ന് നോക്കിയപ്പം 110 രൂപയായി കിടക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെ കിടക്കുന്നതിന് റീസൺ എന്താണെന്നറിയോ? അവിടെ ഒരു 10 രൂപയുടെ ഇൻക്രീസ് ഉണ്ടായി. ചോദിച്ചപ്പോൾ പറഞ്ഞു സാർ ഇൻട്രസ്റ്റ് കിട്ടിയതാണ്. ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റോ? അതെന്തോ സംഭവം? എടാ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഉള്ള വാല്യൂവിനെ അതിനുണ്ടാകുന്ന ഒരു ഇൻക്രീസ് ആണ്. നമ്മളുടെ പ്രസൻറ്റ് വാല്യൂ ഇസിക്കൽ ടു ഫ്യൂച്ചർ വാല്യൂയിലേക്ക് എത്തിക്കുന്ന ഒരു മീഡിയമാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് 100 രൂപയ്ക്ക് എനിക്ക് കിട്ടിയിരുന്ന സാധനം നാളെ 110 രൂപയ്ക്ക് ഞാൻ പോയി വാങ്ങിച്ചാലേ എനിക്കത് കിട്ടും. ഓക്കെ ആണോ? സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂ ഇതിനകത്തേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. പ്രസൻറ്റ് വാല്യൂ ഈ കേസിനകത്ത് 100 രൂപയാണ്. ഈ 100 രൂപ അറ്റ് ദ ഇയർ എൻഡിൽ 110 രൂപയായി. ഹൗ? എങ്ങനെ? എടാ 100 ഉണ്ട്, 100 + 100 × 10% ആയിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ്. ദാറ്റ് കംസ് ടു 110. സാർ ഇതൊക്കെ അറിയാം, സിമ്പിൾ. ഓക്കെ. ഇയർ 2 വരികയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 100 രൂപയ്ക്കാണോ 10% അല്ലെങ്കിൽ 110 രൂപയ്ക്കാണോ? ബാങ്കിൽ എത്ര രൂപ കിടന്നേ? സാർ 110 ആണേ. ബാങ്കുകാരുടെ അടുത്ത് നമ്മൾ 31st December പോയി നോക്കി, 2027 ഇതേതായിരുന്നു 2026 പോയി നോക്കിയപ്പോൾ കാണാം 121 രൂപ കിടക്കുന്നു. സാർ പിന്നെയും മായം. യെസ്. സെക്കൻഡ് ഇയറിൽ 121 രൂപയായി. ചോദിച്ചപ്പം പറഞ്ഞു ഓൾറെഡി നമ്മുടെ 1st Jan 2026 എന്ത് കിടപ്പുണ്ടായിരുന്നു? ഒരു 110 രൂപ കിടപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ 10% ആണ്. ദാറ്റ് കംസ് ടു 11 rupees. അത് ഇൻക്രീസ് ചെയ്തപ്പോൾ 121 രൂപയായി. ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലേ? ഫൈൻ. അടുത്തത് പറയുകയാണെങ്കിൽ, ഞാൻ 2028 പോയി. 8 പോയി നോക്കിയപ്പോൾ കാണാം അത് 133.1 രൂപ ആയി കിടക്കുന്നു.
ഞാൻ പിന്നെ ചോദിച്ചു എന്ത്, അപ്പം പറഞ്ഞു ഒന്നുമില്ല സാറേ, 2027 എത്ര കിടപ്പുണ്ടായിരുന്നു, 121 രൂപ കിടപ്പുണ്ടായിരുന്നു, ഇതിൻ്റെ 10% കൂടെ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്, അതും കൂടെ ചേരുമ്പോഴായിരിക്കും എന്ത് വരുന്നത്, ഇത്രയും രൂപ വരുന്നത്. അങ്ങനെയാണെങ്കിൽ പറയുകയാണെങ്കിൽ 2026 ഫസ്റ്റ് ജാനുവരിയിൽ എൻ്റെ കയ്യിൽ 100 രൂപ ഉള്ളത് ഞാൻ 31 അല്ലെങ്കിൽ 1 ജാൻ 2029 അല്ലെങ്കിൽ എന്താ 31 ജാൻ 2028 പോയി നോക്കുക. സോറി, ഡിസംബർ ആണേ, 31 ഡിസംബർ, ഒരു ദിവസത്തിൻ്റെ വ്യത്യാസം ഉള്ളടേ, കുഴപ്പമില്ല. 1 ജാൻ 2029 ഇവിടെ പോയി നോക്കുകയാണെങ്കിൽ 131.1 ആയിരിക്കും. എന്ത് 1 ജാൻ 2026 എൻ്റെ കയ്യിരുന്ന 100 രൂപ. ഓ സാർ, ടൈം ട്രാവൽ. യെസ്, ടൈം ട്രാവൽ ചെയ്ത് പോകുന്ന കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണോ? എന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ കയ്യിരിക്കുന്ന 100 രൂപ 3 വർഷം കഴിയുമ്പോൾ 133.1 ആയിരിക്കും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. യെസ്. ഇതിനെ ഇനി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എടാ, ആ 3 വർഷം ഉണ്ടല്ലോ, 3 വർഷത്തെ നമ്മൾ 100നെ എന്താവുന്നുണ്ട്, 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. 100 ഇൻറ്റു 10% ഇൻട്രസ്റ്റ് കിട്ടി, റേസ് ടു 3 വരുവാണെങ്കിൽ നമുക്ക് സെയിം റിസൾട്ട് കിട്ടത്തില്ലേ? ഈ ഫിഗർ എങ്ങനെ കിട്ടി? ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് വീണ്ടും ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ദ സെയിം ഫിഗർ കിട്ടത്തില്ലേ? ഓക്കെ ആണോ? ഈ ഒരു സെയിം പ്രോസസ്സ് സെയിം ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഇവിടെ 100 വന്നു, ഇവിടെ 121 വന്നു, ദെൻ 110 വന്നു, ഇവിടെ 100 വന്നു, 110 വന്നു, 121 വന്നു. എവിടെ? ഈ 1ൻ്റെ സ്ഥാനത്തേക്ക്. ഓക്കെ ആണോ? ദെൻ ഇൻറ്റു ചെയ്യാം, നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ഫിഗർ കിട്ടി. ഓക്കെ, ദെൻ എന്ത് ചെയ്തു? നമ്മളുടെ പ്രസൻറ്റ് വാല്യൂ കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മുകളിൽ കിട്ടിയ ഇതേ ആൻസർ തന്നെ കിട്ടത്തില്ലേ? യെസ്, കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു? പ്രസൻറ്റ് വാല്യൂവിനെ ഫ്യൂച്ചറിനകത്തോട്ട് ആക്കാൻ പഠിച്ചു. പ്രസൻറ്റ് വാല്യൂവിനെ ഫ്യൂച്ചർ വാല്യൂ, ഇവിടെ ഫ്യൂച്ചർ വാല്യൂവിനകത്തോട്ട് പോകാൻ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം അല്ലേ? ഇൻറ്റു ചെയ്താൽ ഫ്യൂച്ചറിനകത്തോട്ട് പോകും. 2 ഇൻറ്റു 10 എത്ര രൂപയായിരിക്കും? 20. ഇൻക്രീസ് ചെയ്ത് പോകാനാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇൻറ്റു ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇനി തിരിച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലേ? ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞത് ഡിവൈഡ് ബൈ 2 ആണ്. 20 ഡിവൈഡ് ബൈ 2 വരുവാണെങ്കിൽ എത്ര വരും? 10 വരും. 10 ഇൻറ്റു 2 ഇസിക്കൽ ടു 20. 20 ഡിവൈഡ് ബൈ 2 ഇസിക്കൽ ടു 10. സെയിം കഥ തന്നെയല്ലേ ഇവിടെയും വരുന്നത്? ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാൻ പ്രസൻറ്റ് വാല്യൂവിനെ അതിൻ്റെ ഫാക്ടർ വെച്ച് ഇൻറ്റു ചെയ്തു. ദെൻ അടുത്തത് പ്രസൻറ്റ് വാല്യൂവിനെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ദ സെയിം ലോജിക്. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടേ? ഈ കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ഇത് നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു എക്സാമ്പിളിനകത്ത് അപ്ലൈ ചെയ്ത് നോക്കാം. റിട്ടയർമെൻറ്റിന് എംപ്ലോയീസിന് എത്ര രൂപ കിട്ടും? 3 ലക്ഷം രൂപ കിട്ടും റിട്ടയർമെൻറ്റ് ചെയ്യാൻ നേരം. അപ്പോൾ ഇതെന്താണ്? ഫ്യൂച്ചർ വാല്യൂ ആണ്, എംപ്ലോയി റിസീവ് ചെയ്യുന്നതാണ്. ഓക്കെ ആണോ? 12 വർഷം കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? എംപ്ലോയി റിട്ടയർ ചെയ്യുന്നത്. ഇവിടുത്തെ ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 12% ആയിരിക്കും. സാർ ഓരോന്നും ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻറ്റു 12% പ്ലസ് 3 lakh. ഓക്കെ ആണോ? ഇങ്ങനെ നിങ്ങൾക്ക് എത്താം. അപ്പോഴത്തേന് പരീക്ഷ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി അടുത്ത വിഷയത്തിന് പഠിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ദെൻ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. എന്തായിരുന്നു? എടാ, ഇത് ഫ്യൂച്ചർ വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ പ്രസൻറ്റ് വാല്യൂ എനിക്ക് കിട്ടണം. എന്താണ് ഈ 3 ലക്ഷം എന്ന് പറയുന്നത് 12 ഇയേഴ്സ് ആഫ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ 11 ഇയേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, നമുക്ക് ഈ ഒരു എമൗണ്ട് ആയിരിക്കും വരുന്നത്. ഓക്കെ ആണോ? ഫൈൻ.
ഇന്നത്തെ ഈ ഒരു 77,000 രൂപയാണ് 12 വർഷം കഴിയുമ്പോൾ 3 ലാക്കായി മാറുന്നത്. മനസ്സിലായേ? കുഴപ്പമില്ലേ? യെസ്, ഇതാണ് നമ്മുടെ ഡിസ്കൗണ്ടിങ് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു എംപ്ലോയി ബെനിഫിറ്റ് ചാപ്റ്ററിനകത്ത്.